ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഷോൾഡറിന്റെ കുഴതെറ്റൽ ചെറുപ്പക്കാരെ കളിക്കാരെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. ഷോൾഡർ എങ്ങനെ കുഴതെറ്റുന്നു? ഷോൾഡർ എന്ന് പറയുന്നത് ഒരു ബോളും സോക്കറ്റും ജോയിന്റ് ആണ്. വലിയ ബോളും ചെറിയ സോക്കറ്റും ഉള്ളതുകൊണ്ടാണ് ഷോൾഡർ ജോയിന്റ് ഒത്തിരി മൂവ്മെന്റ് ഉള്ളത്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് അൺസ്റ്റേബിൾ ആണ്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെന്റ്സ് ഉണ്ട്. അത് കപ്പിൽ നിന്ന് ബോളിലേക്ക് കണക്ട് ചെയ്യുന്ന അറ്റാച്ച് ചെയ്യുന്ന സ്ഥലങ്ങളെ ലേബ്രം എന്ന് വിളിക്കും. അത് കപ്പിൽ നിന്ന് വിട്ടുപോയാൽ ആണ് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുന്നത്. ഷോൾഡർ കുഴതെറ്റുമ്പോൾ നമുക്ക് തിരിച്ചു പിടിച്ചിട്ടാൽ പോലെ എന്ന് നമുക്ക് തോന്നാം. പണ്ടത്തെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു അതിന്റെ ചികിത്സ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒന്നിലധികം തവണ കുഴതെറ്റിയാൽ ബോളിന്റെ പുറകിലും കപ്പിന്റെ മുമ്പിലും എല്ലിന് പരിക്കുകൾ പറ്റും. അത് ചിപ്പ് ചെയ്ത് പോകും. ഒരു 5-6 തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് 10-20-25% വരെ കപ്പിന്റെ മുൻഭാഗം പൊട്ടിപ്പോയി നമ്മുടെ അടുത്ത് വരുന്ന രോഗികളുണ്ട്. പരിക്കുകൾ എങ്ങനെയുണ്ട് എന്ന് ഷോൾഡറിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എക്സ്റേയിൽ എല്ലുകളെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. പക്ഷേ ഇന്നത്തെ കാലത്ത് കൃത്യമായി ലിഗമെന്റ്സിനെയും ലേബ്രമിനെയും കപ്പിന്റെ മുകളിലുള്ള കാർട്ടിലേജിനെയും മുകളിലുള്ള ഡിഫക്റ്റുകളെയും അളക്കാനുള്ള നൂതന ഇൻവെസ്റ്റിഗേഷൻ മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. MRI സ്കാനിൽ ഒരു പരിധി വരെ നമുക്ക് അറിയാൻ പറ്റും. CT സ്കാനിൽ ബോളിന് പരിക്കുകൾ ഉണ്ടോ എന്ന് കൃത്യമായി റീകൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ ഷോൾഡർ ജോയിന്റ് പോലെ ഉണ്ടാക്കി നമുക്ക് നോക്കാനും പറ്റും. ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ നമുക്ക് ഓപ്പറേഷൻ വേണോ വേണ്ട, നമുക്ക് ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേറ്റ് ചെയ്താൽ സമയം കൊടുക്കുക, ഷോൾഡറിന്റെ സെറ്റിൽ ആവാനുള്ള സമയം കൊടുക്കുക. ഒരു 3 മാസം വരെ കഴിഞ്ഞിട്ടും ഷോൾഡർ പരിശോധിച്ച് നോക്കുമ്പോൾ അപ്രിഹെൻഷൻ ടെസ്റ്റ് എന്ന് പറയും. ഈ പൊസിഷനിൽ മുന്നോട്ടൊരു പ്രഷർ കൊടുത്താൽ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫീല്, അതാണ് ഒരു പേടി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ലിഗമെന്റ് തിരിച്ച് ഒട്ടിപ്പിടിക്കാതെ അവിടെ കിടക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ MRI എടുത്ത് നോക്കാം. MRIയിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും കപ്പിന്റെ എഡ്ജിൽ നിന്ന് അത് വിട്ടുപോയിട്ടുണ്ടോ. ഒരു 1.5 അല്ലെങ്കിൽ 3 ടെസ്ല MRI ആണ് എപ്പോഴും എടുക്കേണ്ടത്. അത് കീറി കിടക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കീ ഹോൾ പ്രൊസീജിയർ, ഇവിടെ 2 കുത്തുകളും ഇവിടെ ഒരു കുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടെ നമുക്ക് അകത്ത് പോയി ഈ കീറിയ ലിഗമെന്റിനെ തിരിച്ച് ഇതിലേക്ക് തുന്നി പിടിപ്പിക്കാൻ പറ്റും. ആങ്കേഴ്സും സ്യൂച്ചേഴ്സും വെച്ചാണ് അത് ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. പക്ഷേ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ, എല്ലിന്റെ ചിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ടാമത് റിപ്പയർ ചെയ്തത് കീറിപ്പോകാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുക ബോൺ ട്രാൻസ്ഫർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഷോൾഡർ ജോയിന്റിന്റെ മുന്നിലുള്ള കൊറക്കോയിഡ് എന്ന് പറഞ്ഞ ഒരു എല്ലും അതിന്റെ മുമ്പിലുള്ള ഒരു ടെൻഡനും വെച്ച് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടും. എറിയാനും കളിക്കാനും ഒരു ഹെവി സ്പോർട്ടും ചെയ്യാനുള്ള മൂവ്മെന്റ് കിട്ടുന്ന പ്രൊസീജിയറാണ് ലാറ്റർജി എന്ന് പറയുന്നത്. അതിന് കീഹോൾ ആയിട്ട് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. വേൾഡിൽ കുറെ സെന്റേഴ്സ് ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ ഞങ്ങളുടെ സെന്ററിൽ വളരെ കോമൺ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ലാറ്റർജി. അതുപോലെ ബോൺ ബ്ലോക്ക് പ്രൊസീജിയേഴ്സ്, റെംപ്ലിസാജ്, ഇതൊക്കെ ഷോൾഡറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഒന്നിലധികം തവണ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന പരിക്കുകളെ കറക്റ്റ് ചെയ്യാനായി.